റിലീസ് ചെയ്ത് 20 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസുകളിൽ മഞ്ഞുമൽ ബോയ്സിന്റെ കുതിപ്പ് തുടരുകയാണ്. ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. മലയാളത്തിലും തമിഴിലും നേടിയ മികച്ച പ്രതികരണവും ഇന്ത്യക്ക് പുറത്തും ലഭിച്ച സ്വീകാര്യതയും ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിലേക്കാണ് സിനിമയെ ഉയർത്തുന്നത്. മാർച്ച് 12 മാത്രം ഇന്ത്യയിൽ നിന്നും 2.7 കോടി രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ. പുതിയ റിലീസുകൾ വന്നെങ്കിലും ഇപ്പോഴും 21.7% ഒക്യുപ്പൻസി റേറ്റും ചിത്രത്തിനുണ്ട്. 20 ദിവസങ്ങൾ പിന്നിട്ട് മാർച്ച് 12 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ചിത്രത്തിന് ഇന്ത്യയിൽ നിന്നും ആകെ ലഭിച്ചത് 92.2 കോടി രൂപയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ആകെ കളക്ഷൻ 60.4 കോടി രൂപയും. ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച കളക്ഷൻ റിപ്പോർട്ടാണ് ഗ്രോസ് കളക്ഷനിൽ ചിത്രം കരസ്ഥമാക്കുന്നത്. ഒരു മാസം പിന്നിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിങ്ങിനും കുറവില്ല. കണക്കുകൾ അനുസരിച്ച് ഇതിനോടകം തന്നെ ചിത്രം 175 കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച കളക്ഷൻ നേടിയാണ് ചിത്രം പ്രദർശനം തുടരുന്നത്. മഞ്ഞുമൽ ബോയ്സിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനാഥ് ഭാസി തമിഴ് സിനിമയിലേക്കും ചുവടുറപ്പിക്കുകയാണ്. നീലം പ്രൊഡക്ഷൻസിന്റെ ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി ഭാഗമാകും. മലയാളി യുവാക്കളുടെ കൊടൈക്കനാൽ ട്രിപ്പ്, ഗുണ കേവ്, ഗുണ ചിത്രത്തിലെ പാട്ട്, അങ്ങനെ നൊസ്റ്റാൾജിയുടെയും സൗഹൃദത്തിന്റെയും ചേരുവകളിൽ ചിദംബരം അണിയിച്ചൊരുക്കിയ ചിത്രം മലയാള സിനിമയുടെ വഴിത്തിരിവാകുകയാണ്.